What do you mean by the supply of goods? What do you mean by the supply of goods? അതായത് സാധനങ്ങളുടെ വിതരണം കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്റ്റോക്ക് അവൈലബിൾ ഫോർ സെയിൽ. ഓപ്ഷൻ ബി ടോട്ടൽ സ്റ്റോക്ക് ഇൻ ദ വെയർഹൗസ്. ഓപ്ഷൻ സി ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ്. Option D quantity of the goods offered for sale at a particular price per unit of time. What do you mean by the supply of goods? Option D an answer quantity of the goods offered for sale at a particular price per unit of time. Other question. What do you mean by under conditions of a perfect competition in the product market? What do you mean by under conditions of a perfect competition in the product market? അതായത് ഉൽപ്പന്ന വിപണിയിലെ തികഞ്ഞ മത്സരത്തിന്റെ സാഹചര്യങ്ങളിൽ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഉൽപ്പന്ന വിപണിയിലെ തികഞ്ഞ മത്സരത്തിന്റെ സാഹചര്യങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ MRP ഈസ് ഈക്വൽ ടു VMP. ഓപ്ഷൻ ബി MRP ഗ്രേറ്റർ ദാൻ VMP. ഓപ്ഷൻ സി VMP ഗ്രേറ്റർ ദാൻ MRP. Option D none of the above. What do you mean by under conditions of a perfect competition in the product market? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. MRP ഈസ് ഈക്വൽ ടു VMP. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is the relation that the law of demand defines? അതായത് ഡിമാൻഡ് നിയമം നിർവചിക്കുന്ന ബന്ധമാണ് ഇനി പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഓപ്ഷൻ ബി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഓപ്ഷൻ സി ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓപ്ഷൻ ഡി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിലേഷൻ ദാറ്റ് the law of demand defines? Option B an answer price and quantity of a commodity. Other question. What do you mean by a mixed economy? What do you mean by a mixed economy? അതായത് ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മോഡേൺ ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ ബി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. ഓപ്ഷൻ സി ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ആൻഡ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. വാട്ട് ഡു യു മീൻ ബൈ എ മിക്സഡ് എക്കോണമി? ഓപ്ഷൻ ബി ആണ് ആൻസർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. What do you mean by the demand of a commodity? അതായത് ഒരു ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആവശ്യം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ചരക്കിന്റെ ആവശ്യം കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസയർ ഫോർ ദ കമ്മോഡിറ്റി. ഓപ്ഷൻ ബി നീഡ് ഫോർ ദ കമ്മോഡിറ്റി. ഓപ്ഷൻ സി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. Option D quantity that consumers are able and willing to buy at various prices during any particular period of time. What do you mean by the demand of a commodity? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ quantity that consumers are able and willing to buy at various prices during any particular period of time. Other question. Starting from the time of independence, why did India follow a planned economy? അതായത് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയെ പിന്തുടരുന്നത്?
ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഇന്ത്യ ഫോളോഡ് എ 5-year plan and required an outlook. ഓപ്ഷൻ ബി, directive principles of Indian constitution indicated the planned vision of India. Option C. Option 3, there was no indication whatsoever from the 5-year plans regarding how much of each and every good and service is to be produced. Choose the correct statement from the given options. Option നോക്കാം. Option A, only 2. Option B, 2 and 3. Option C, 1 and 3. Option D, all of the above. Starting from the time of independence, why did India follow a planned economy? സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയെ പിന്തുടരുന്നത്? ഒന്ന്, ഇന്ത്യ ഫോളോഡ് എ 5-year plan and required an outlook. രണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റഡ് ആൻഡ് പ്ലാൻഡ് വിഷൻ ഓഫ് ഇന്ത്യ. മൂന്ന്, there was no indications whatsoever from the 5-year plans regarding how much of each and every good and service is to be produced. Choose the correct statements for the given options. ഏതാണ് ഓപ്ഷനിൽ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്? അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. Option B, the total value of all the transactions in the country. Option C, the depreciation in the total value of goods and services produced in the country. Option D, the total value of goods and services produced in the country and the net factor income from abroad. What do you mean by gross national product? അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ആൻഡ് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യവും വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനവും. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the reason for the decline in the child sex ratio in India? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ കുട്ടികളുടെ ലിംഗാനുപാതം കുറയാൻ കാരണം? ഓപ്ഷൻ എ, ലോ ഫെർട്ടിലിറ്റി റേറ്റ്. ഓപ്ഷൻ ബി, ഫീമെയിൽ ഫെറ്റിസൈഡ്. ഓപ്ഷൻ സി, ഇൻസെന്റീവ്സ് ഫോർ എ ബോയ് ചൈൽഡ് ഫ്രം ദ government. Option D, none of the above. Which of the following is the reason for the decline in the child sex ratio in India? Option B ആണ് ആൻസർ, ഫീമെയിൽ ഫെറ്റിസൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, what factors are taken into consideration while revising the poverty line periodically? അതായത് ദാരിദ്ര്യരേഖ ആനുകാലികമായി പരിഷ്കരിക്കുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് പരിഗണിക്കുന്നത്? ഓപ്ഷൻ ഒന്ന്, ബൈ കണ്ടക്ടിങ് എ സർവേ എവറി 5 years. രണ്ട്, സർവേ കാരിയഡ് ഔട്ട് ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, 1 only. Option B, only 2. Option C, both 1 and 2. Option D, neither 1 nor 2. What factors are taken into consideration while revising the poverty line periodically? അതായത് ദാരിദ്ര്യരേഖ ആനുകാലികമായി പരിഷ്കരിക്കുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് പരിഗണിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത് 1 and 2.
Other question. In India, which banks / institutions have the highest share in the disbursement of credit to agricultural and allied activities? അതായത് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള വായ്പാ വിതരണത്തില് ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന ബാങ്കുകൾ സ്ഥാപനങ്ങൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഓപ്ഷൻ ബി റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is / are linked with the financial sector of India and controlled by the Reserve Bank of India? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും റിസർവ് ബാങ്ക് ഇന്ത്യ നിയന്ത്രിക്കുന്നതും? ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഓപ്ഷൻ ബി മണി ലെൻഡേഴ്സ്, ഓപ്ഷൻ സി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഫിനാൻഷ്യൽ സെക്ടർ ഓഫ് ഇന്ത്യ ആൻഡ് കൺട്രോൾഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. ക്വസ്റ്റ്യൻ. When price floor is set above equilibrium price, it will result in dash. അതായത് സന്തുലിത വിലയ്ക്ക് മുകളിൽ വില നിലവാരം സജ്ജീകരിക്കുമ്പോൾ അത് കാരണമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഷോർട്ടേജ്, ഓപ്ഷൻ ബി സർപ്ലസസ്, ഓപ്ഷൻ സി ഇക്വിലിബ്രിയം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, സർപ്ലസസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? അതായത് എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം? ഓപ്ഷൻ എ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാനുഫാക്ചേർഡ് ഇൻ ദ കൺട്രി, ഓപ്ഷൻ ബി ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ കൺട്രി, ഓപ്ഷൻ സി ദ റിഡക്ഷൻ ഇൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി, ഓപ്ഷൻ ഡി ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ്. വാട്ട് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? ഓപ്ഷൻ ദ മോണിറ്ററി വാല്യൂ of all finished goods and services made within a country during a specific period. Option D ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Why is the unemployment rate low in India statistically? അതായത് ഈ എന്തുകൊണ്ടാണ് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇന്ത്യയില് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞത്? ഒന്ന്, അൺഎംപ്ലോയ്മെന്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺലി ഫ്രം ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 years to 59 years. രണ്ട്, അൺഎംപ്ലോയ്മെന്റ് സർവീസസ് unemployment survives only when an individual cannot find a job. 3, people are not interested in working outside the domestic area. Choose the correct option. Option A only 3, option B 2 and 3, option C only 2, option D all of the above. Why is the unemployment rate low in India statistically? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, only 2. അടുത്ത ക്വസ്റ്റ്യൻ. What does the bowed out shape of the production possibilities curve illustrate? അതായത്
ഉൽപാദന സാധ്യതകളുടെ വക്രമായ രൂപം എന്താണ് വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ ലോ ഓഫ് ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്ഷൻ ബി ദ പ്രൊഡക്ഷൻ ഈസ് ഇൻഎഫിഷ്യന്റ്. ഓപ്ഷൻ സി ദ പ്രൊഡക്ഷൻ ഈസ് അൺഅറ്റൈനബിൾ. ഓപ്ഷൻ ഡി ദ ഡിമാൻഡ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. വാട്ട് ഡസ് ദ ബൗഡ് ഔട്ട് ഷേപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കർവ് ഇലിസ്ട്രേറ്റ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ലോ ഓഫ് ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ എക്കണോമിക് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ സൊസൈറ്റി? അതായത് സമൂഹം നേരിടുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നം എന്താണ്? ഓപ്ഷൻ എ അൺഎംപ്ലോയ്മെന്റ്. ഓപ്ഷൻ ബി ഇൻഇക്വാളിറ്റി. ഓപ്ഷൻ സി പോവർട്ടി. ഓപ്ഷൻ ഡി scarcity. What is the main economic problem faced by the society? Option D ആണ് ആൻസർ, scarcity. അടുത്ത ക്വസ്റ്റ്യൻ, what does capitalism refer to? അതായത് മുതലാളിത്തം എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ദ യൂസ് ഓഫ് മാർക്കറ്റ്. ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ. Option C private ownership of capital goods. Option D private ownership of homes and cars. What does capitalism refer to? Option C ആണ് ആൻസർ, private ownership of capital goods. അടുത്ത ക്വസ്റ്റ്യൻ, the goal of a pure market economy is to meet the desire of dash. അതായത് ഒരു ശുദ്ധമായ കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം ഡാഷിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നതാണ്. ഓപ്ഷൻ എ കൺസ്യൂമേഴ്സ്. ഓപ്ഷൻ ബി കമ്പനീസ്. ഓപ്ഷൻ സി വർക്കേഴ്സ്. ഓപ്ഷൻ ഡി ദ ഗവൺമെന്റ്. ദ ഗോൾ ഓഫ് എ പ്യുവർ മാർക്കറ്റ് എക്കോണമി ഈസ് ടു മീറ്റ് ദ ഡിസയർ ഓഫ് കൺസ്യൂമേഴ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലോ ഓഫ് ഡിമാൻഡ് മീൻ? അതായത് ഡിമാൻഡ് നിയമം എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ആസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റൈസസ് ദ പ്രൈസ് റൈസസ്. ഓപ്ഷൻ ബി ആസ് ദ പ്രൈസ് റൈസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റൈസസ്. ഓപ്ഷൻ സി ആസ് ദ പ്രൈസ് റൈസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോൾസ്. ഓപ്ഷൻ ഡി ആസ് ദ സപ്ലൈ റൈസസ് ദ ഡിമാൻഡ് റൈസസ്. What does the law of demand mean? Option C ആണ് ആൻസർ, as the price rises the quantity demanded falls. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is an example of an agricultural price support program? അതായത് ഇനി പറയുന്നവ ഏതാണ് കാർഷിക വില പിന്തുണ പരിപാടിയുടെ ഉദാഹരണം? ഓപ്ഷൻ എ പ്രൈസ് സീലിംഗ്. Option B a price floor. Option C equilibrium pricing. Option D none of the above. Which of the following is an example of an agricultural price support program? Option B ആണ് ആൻസർ, a price floor. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.